നമ്മുടെ ദളപതി വിജയ്ക്ക് ഇപ്പോൾ കുറച്ച് കഷ്ടകാലമാണ്. കാരണം അദ്ദേഹം രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങിയ ശേഷം ഒരുപാട് എതിർപ്പുകളും, ഒരുപാട് എന്താ പറയുക, വിവാദങ്ങളിലൊക്കെ പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ഒരു തുടക്കം ആദ്യം വന്നിരുന്നത് അദ്ദേഹത്തിന്റെ ഒരു നമുക്കറിയാം കരൂര് ദുരന്തം. അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി അദ്ദേഹത്തിന്റെ പാർട്ടി പ്രവർത്തകരൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു പ്രശ്നമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഒരു മരണം സംഭവിച്ചതൊക്കെ. അത് കഴിഞ്ഞ് പിന്നെ അദ്ദേഹത്തിന്റെ അവസാനം അദ്ദേഹം അഭിനയത്തിന് ഇടവേള എടുക്കുന്നതിന് മുമ്പ് ഇടവേള എന്ന് പറഞ്ഞാൽ അദ്ദേഹം അഭിനയം നിർത്തുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ ആരാധകരൊക്കെ അതൊരു ഇടവേള എന്നാണ് വിശ്വസിക്കുന്നത്. അദ്ദേഹം ഇനി വീണ്ടും അഭിനയിക്കുമായിരിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. എന്തായാലും ഇപ്പോൾ അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അദ്ദേഹം അഭിനയിച്ച ജനനായകൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതും അതിനും കുറെ പ്രശ്നങ്ങൾ സംഭവിച്ചു. പിന്നെ അങ്ങനെ അദ്ദേഹം എന്താ പറയാ ഈ രാഷ്ട്രീയപരമായിട്ടുള്ള കുറെ എതിർപ്പുകളും അല്ലെങ്കിൽ എതിർ രാഷ്ട്രീയക്കാരുടെ അടുത്ത് നിന്ന് കിട്ടുന്ന കുറെ പ്രശ്നങ്ങളിലൂടെയൊക്കെയാണ് അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പോൾ നമ്മളെല്ലാവരും അറിഞ്ഞു വിജയുടെ ഭാര്യ സംഗീത വിജയ്ക്ക് ഡിവോഴ്സ് നോട്ടീസ് ഫയൽ ചെയ്തതിൻ്റെ അതിൻ്റെ ഒരു പേജൊക്കെ പുറത്തൊക്കെ വന്നിട്ട് അത് കുറേ വിവാദമൊക്കെ ആയിരിക്കുകയാണ്. അപ്പോൾ വിജയ് അതിനെതിരെ എന്താ പറയുക പ്രതികരിക്കുമോ എന്നൊന്നും എന്താ പറയുക ആളുകളൊക്കെ ഒരു വെയിറ്റിംഗ് ആയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു വാർത്ത കേട്ടിരുന്നു വിജയ് ഒരു പ്രസ് മീറ്റ് വിളിക്കുന്നു എന്നുള്ളത്. പക്ഷെ അതും പിന്നീട് ഇത് മാറ്റി എന്നാണ്. അതായത് ഞാൻ മനസ്സിലാക്കിയത് ഇവര് ഒരു പ്രസ് മീറ്റ് ഓൾറെഡി ഇവർ പ്ലാൻ ചെയ്തിരുന്നു വിജയുടെ. പക്ഷെ ആ പ്രസ് മീറ്റ് പ്ലാൻ ചെയ്ത ഇവരൊരു ഡേറ്റ് പുറത്തു വിട്ട ശേഷമാണ്, അതായത് നാളെ പ്രസ് മീറ്റ് ആണെന്ന് ഇവർ ഡേറ്റ് പുറത്തു വിട്ട ശേഷമാണ് വിജയുടെ ഭാര്യ ഇങ്ങനെ ഡിവോഴ്സ് ഫയൽ ചെയ്ത വാർത്ത മാധ്യമങ്ങളോട് പുറത്തു വന്നത്. അപ്പോൾ അത് വിജയ് ഇതിന് മറുപടി പറയാനാവുന്ന രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടും എന്ന് വിചാരിച്ചിട്ടായിരിക്കും എന്തായാലും പ്രസ് മീറ്റ് നടന്നില്ല. പക്ഷെ പകരം ഇപ്പോൾ വിജയ് ഒരു തഞ്ചാവൂര് വീണ്ടും വിജയുടെ പാർട്ടി പ്രവർത്തകരെയൊക്കെ കാണാൻ വേണ്ടിയുള്ള വലിയൊരു സമ്മേളനമൊക്കെ നടന്നിട്ടുണ്ട്. അതിൽ വിജയ് കുറേ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതും ഈ പറഞ്ഞ പോലെ ഈ കാര്യങ്ങൾ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളല്ല. അതിൽ വിജയ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ എല്ലാവരും എന്താ പറയുക, അതിൻ്റെ ഒരു അർത്ഥം എങ്ങനെയാണ്, അതായത് മറ്റു പാർട്ടിക്കാരെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നു, അതായത് വിജയനെ തകർക്കാൻ നോക്കുന്നു എന്ന രീതിയിലൊക്കെ അത് സ്ഥിരമായിട്ട് വിജയ് പറയുന്ന ഈ പറഞ്ഞ പോലെ സ്റ്റാലിൻ്റെ ഒക്കെ പേരൊക്കെ തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കേട്ടു വിജയ് ജനനായകൻ സിനിമയ്ക്ക് വന്ന പ്രശ്നങ്ങൾ, അതായത് വിജയോടുള്ള പ്രശ്നങ്ങൾ ജനനായകനിലേക്ക് വരുത്തി. പക്ഷെ ജനനായകൻ സിനിമയ്ക്ക് വേണ്ടി സംസാരിച്ചവർക്കും നന്ദിയൊക്കെ പറയുന്നു എന്ന് പറഞ്ഞ് സ്റ്റാലിൻ ഒരു നന്ദി പറയുന്ന രീതിയിലും ഒരു സംസാരമൊക്കെ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ റീല് കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കുടുംബജീവിതത്തിലെ ഒരു പ്രശ്നം, അത് വിജയുടെ ഭാര്യ ഡിവോഴ്സ് ഫയൽ ചെയ്തു എന്ന് പറയുന്നത് വിജയുടെ ഒരു രാഷ്ട്രീയ ജീവിതത്തിലെ ഇനി ബാധിക്കുമോ, ഇലക്ഷനൊക്കെ വരാൻ പോവാണ്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഒരു എന്താ പറയുക വിജയ് നേരിടേണ്ട ഒരു എന്താ പറയുക ഒരു ചലഞ്ചും ഇത് തന്നെയാണ്. കാരണം നമുക്കറിയാം വിജയ് ഒരു വലിയൊരു ഫാമിലി മാൻ ആയിട്ടാണ് അദ്ദേഹം പേരെടുത്തുള്ളത്. അദ്ദേഹം പറഞ്ഞ എസ് എ ചന്ദ്രശേഖർ എന്ന് പറയുന്ന വളരെ എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്ന ഒരു ലെജൻഡാണ്. ഒരു സംവിധായകനും നിർമ്മാതാവും എഴുത്തുകാരനൊക്കെ വലിയ ലെജൻഡിന്റെ മകനായിട്ട് ജനിച്ച് ബാലതാരമായിട്ട് തിളങ്ങി പിന്നീട് 92 നായകനായി വന്നു. അവിടെ നിന്ന് അങ്ങോട്ട് നമുക്കറിയാം പിന്നെ ഇളയ ദളപതിയായി. ഇത്രയും കാലം വിജയ് ഒരുപാട് നായകന്മാരുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ എവിടെയും നമുക്ക് വിജയ് ഒരു ഗോസിപ്പ് കോളങ്ങളിലോ അല്ലെങ്കിൽ ഒരു വിജയനെയോ മറ്റൊരു നടീനെയോ ചേർത്ത് ഒരിക്കലും ഒരു ഗോസിപ്പ് നമ്മൾ കേട്ടിട്ടില്ല. അത് എവിടെയും ഇല്ല എന്ന് തന്നെ പറയാം, എൻ്റെ അറിവിലില്ല. പിന്നെ എന്നാലും കുറവ് ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം. അങ്ങനെയാണ് ഇപ്പോൾ വിജയുടെ ഭാര്യ ഡിവോഴ്സ് ഫയൽ ചെയ്തതിൽ വിജയ്ക്ക് കഴിഞ്ഞ അവർ പറഞ്ഞിരിക്കുന്നതിൽ അവർ 5 വർഷമായിട്ട് അവർ പിരിഞ്ഞതാണ്. 2021 മുതൽ അവർ സെപ്പറേറ്റഡ് ആണ്. അത് വിജയ്ക്ക് ഒരു നായികയുമായിട്ടുള്ള ഒരു ബന്ധമുണ്ട്. അത് ഇവരറിഞ്ഞു. ഇവരത് വിജയുടെ അടുത്ത് അത് നിർത്താൻ പറഞ്ഞു. പക്ഷെ വിജയ് അത് അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. എന്തായാലും ഇങ്ങനൊരു ഇപ്പൊ ഇങ്ങനെ ഒരു എന്താ പറയുക ഡിവോഴ്സ് നോട്ടീസിന്റെ ഒരു പേജ് പുറത്തു വന്ന ശേഷം അതൊരു ഉറപ്പാണ് എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പൊ നിൽക്കുന്നത്. പക്ഷെ കുറച്ച് കാലങ്ങളായിട്ട് ഇതിനെക്കുറിച്ച് ഒരു ചർച്ചയുണ്ട്. അതായത് വിജയും ഒരു നായികയുമായിട്ട്, അത് തൃഷയുമായിട്ട്, തൃഷയുടെ പേരാണ് ഇതിലിപ്പോൾ എല്ലാവരും എടുത്തിട്ടിരിക്കുന്നത്. ഇപ്പോൾ കൂടുതലും തൃശ്ശയിലേക്ക് തന്നെയാണ് ഒരു ഫോക്കസ് പോകുന്നതും ഒരു സൈബർ അറ്റാക്കുകൾ വരെ പോകുന്നതും. അപ്പൊ ഇതിനെക്കുറിച്ച് പറയുന്ന 2021-22 നമ്മുടെ ലിയോ എന്ന് പറയുന്ന ഒരു സിനിമയൊക്കെ പ്ലാൻ ചെയ്ത ശേഷം അതിലാണ് ഇപ്പൊ തൃശ്ശയായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. അവസാനം വിജയ് അഭിനയിച്ച തൃശ്ശയായിട്ട് ആ സിനിമയിലാണ്. പക്ഷെ തൃശ്ശ എല്ലാവരുമായിട്ട് അഭിനയിക്കുന്നതാണ്. പക്ഷെ ഈ എന്തോ ഒരു പ്രശ്നം ഇവരുടെ കുടുംബജീവിതത്തിൽ ഉണ്ട് എന്ന രീതിയിൽ ഒരുപാട് നാളുകളായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ എന്താ പറയുക ഒരു ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിന്റെ കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് വിജയുടെ ഒരു പരിപാടികളിലും വിജയുടെ സിനിമകളുടെ ഓഡിയോ ലോഞ്ചിനാണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വിജയ് പാർട്ടി രൂപീകരിച്ച ചടങ്ങുകൾക്കാണെങ്കിലും ഭാര്യയും മക്കളും ഉണ്ടായിരുന്നു. വിജയ്ക്ക് ഒരു മകനും ഒരു മകളുമാണ് ഉള്ളത്. ഈ പറഞ്ഞ പോലെ അത് മകൻ ഇപ്പോൾ വലുതായി, പഠിത്തമൊക്കെ കഴിഞ്ഞ് ഫിലിം സ്റ്റഡീസ് ഒക്കെ പഠിച്ച് അദ്ദേഹം ഡയറക്റ്റ് ചെയ്യാൻ എനിക്കൊണ്ട് തുടങ്ങി. അത് കഴിഞ്ഞു തോന്നുന്നു ആ സിനിമ. നമ്മുടെ സുദീപ് കൃഷ്ണൻ എന്ന് പറയുന്ന തെലുങ്ക് തമിഴിലൊക്കെ അഭിനയിക്കുന്ന നടനെ വെച്ചിട്ടാണ് ആ സിനിമ ചെയ്തത്. പക്ഷേ ഈ മകനെയോ മകളെയോ വൈഫിനെയോ ഒന്നും എവിടെയും കണ്ടിരുന്നില്ല. അച്ഛനും അമ്മയും എപ്പോഴും വരാറുണ്ട്. അച്ഛനും അമ്മയുമായിട്ട് വിജയ് വളരെ
നല്ല ബന്ധത്തിൽ തന്നെയാണ്. ഇടയ്ക്ക് കേട്ടിരുന്നു, ഈ പറഞ്ഞ ഒരു ഗോസിപ്പുകൾ കേട്ടിരുന്നു, അച്ഛനുമായി അത്ര രസത്തിലല്ല. അത് രാഷ്ട്രീയ പരമായിട്ടുള്ള കാര്യങ്ങളാണ്. വിജയ് രാഷ്ട്രീയ പാർട്ടി തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണമാണ് അച്ഛനായിട്ട് അത്ര രസത്തിലല്ലാത്തെന്നൊക്കെ കേട്ടിരുന്നു. പക്ഷെ ഭാര്യനെ എവിടെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ വിജയ് ഇല്ലാതെ ഭാര്യ, എനിക്ക് തോന്നുന്നു ഏതോ ഒരു സെലിബ്രിറ്റി മാരേജിന് വിജയുടെ വൈഫ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. എനിക്ക് തോന്നുന്നു സംവിധായകൻ ശങ്കറിന്റെ മകളുടെ മാരേജ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനായിരുന്നു ഇവര് വന്നിരുന്നത്. പക്ഷെ അപ്പോഴും വിജയ് വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കീർത്തി സുരേഷിന്റെ കല്യാണത്തിന് വിജയും തൃശ്യയും അവരുടെ സ്റ്റാഫൊക്കെ കൂടി ഒരുമിച്ച് ഒരു ചാർട്ടർ ഫ്ലൈറ്റിൽ പോയി എന്ന് പറയുന്നത് അവിടെ നിന്നാണ് ഒരു വലിയൊരു ഗോസിപ്പ് വന്ന് എന്താ പറയുക കൂടുതൽ ചർച്ച ചെയ്തത്. ഇതോടൊപ്പം തന്നെ പലപ്പോഴും തൃശ്യ പോസ്റ്റ് ചെയ്യുന്ന പല ഫോട്ടോസിൽ വിജയ് ഉണ്ട്, വിജയുടെ വിഷ് ചെയ്യുന്ന പോസ്റ്റുകളോ അങ്ങനെയൊക്കെ ഷെയർ ചെയ്ത്, അപ്പൊ എല്ലാം കൂടി കൂട്ടിക്കുഴച്ച് വായിച്ചിട്ടാണ് ആളുകൾ അത് തൃശ്യയുമായിട്ടാണ് ബന്ധം എന്ന് പറഞ്ഞത്. പക്ഷെ അപ്പോഴൊന്നും ഇവരൊരിക്കലും വളരെ സൈലന്റ് ആയിട്ടാണ് ഇരുന്നിരുന്നത്. വിജയുടെ ജോലി ചെയ്യുന്നു, രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, തൃശ്യ അഭിനയവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. തൃശ്യയാണെങ്കിൽ വളരെ ചെറുപ്പത്തിലെ സിനിമയിൽ വന്നാണ് തൃശ്യ ശരിക്കും എന്താ പറയുക, നമുക്കറിയാം 42 വയസ്സോ എന്തോ 40 വയസ്സിന് മുകളിലായി. പക്ഷെ ഇപ്പോഴും വളരെ എന്താ പറയുക ചെറുപ്പമായി, വളരെ എന്താ പറയുക തൻ്റെ ആരോഗ്യവും സൗന്ദര്യവും ഹെൽത്തും എല്ലാം എന്താ പറയുക നോക്കി ആ അഭിനയ കാര്യങ്ങളിലെല്ലാം വളരെ ശ്രദ്ധിച്ച് നീങ്ങുന്ന ഇപ്പോഴും അവിവാഹിതയാണ് തൃശ്യ. അപ്പോൾ തൃശ്യയെ പല നടന്മാരെ ചേർത്ത് ഗോസിപ്പ് കോളങ്ങളുണ്ടായിരുന്നു. ഇടക്കാലത്ത് ഒരു വലിയൊരു വ്യവസായിയുമായിട്ട് തൃശ്യയുടെ എൻഗേജ്മെന്റ് വരെ കഴിഞ്ഞിരുന്ന വാർത്തകളുണ്ടായിരുന്നു. പക്ഷെ അത് പിന്നീട് അത് ഡ്രോപ്പായി. അതുപോലെ തന്നെ റാണ ദഗ്പതി ഇവർ വളരെ സുഹൃത്തുക്കളായിരുന്നു. പക്ഷെ ഇവർ തമ്മിൽ ഒരു സൗഹൃദത്തിന് അപ്പുറത്തോട്ട് ഉള്ള ഒരു പ്രണയബന്ധം ഉണ്ട് എന്ന രീതിയിലും വാർത്തകളുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു റാണ തന്നെ പലപ്പോഴും ഇന്റർവ്യൂസിലേക്ക് ഇൻഡയറക്ട്ലി അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ റാണ പിന്നീട് വേറെ വിവാഹം കഴിച്ചു. തൃശ്യയുമായിട്ടൊക്കെ ഇപ്പോഴും സൗഹൃദത്തിലൊക്കെ തന്നെയാണ് റാണ. പക്ഷെ എങ്കിൽ പോലും എവിടെയും പിടികൊടുക്കാതെ ഈ പറഞ്ഞ പോലെ തന്നെ ഗോസിപ്പ് കോളങ്ങൾ ഉണ്ടെങ്കിൽ പോലും തൃശ്യ അത് എവിടെയും പിടികൊടുക്കാതെ തൃശ്യയുടെ ഒരു യാത്രയുമായിട്ട് പോവുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് ഈ പറയുന്ന പോലെ തന്നെ ഇപ്പോൾ ഈ വിജയുമായിട്ടുള്ള ഗോസിപ്പുകൾ വന്നത്. അപ്പൊ ഈ ഇവരുടെ വിജയുടെ ഭാര്യ ഡിവോഴ്സ് നോട്ടീസ് ഫയൽ ചെയ്യണതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു BJP നേതാവ് വിജയനെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഒരു വിജയ്ക്കെതിരെ പരാമർശം. അതായത് വിജയ് തമിഴ്നാടിനെ കുറിച്ച് ഒന്നും അറിയില്ല, ജനങ്ങളിലേക്ക് ഇറങ്ങണം, ആദ്യം തൃശ്യയുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങൂ എന്ന രീതിയിൽ വന്നിട്ട് അത് വളരെ മോശമായിട്ട് അവസാനം അദ്ദേഹം മാപ്പ് പറഞ്ഞു എന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു BJPയുടെ നേതൃത്വത്തിൽ നിന്ന് വരെ അത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഈ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അണ്ണാമലൈ എന്ന് പറയുന്ന BJPയുടെ നേതാവ്, അദ്ദേഹം വിജയും തമ്മിൽ വളരെ ഫൈറ്റ്, ഈ പറഞ്ഞ പോലെ തന്നെ വാക്തർക്കങ്ങളൊക്കെ ഉണ്ടാവാറുള്ളതാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പലപ്പോഴും സമ്മേളനങ്ങളിലൊക്കെ. വാക്ക് തർക്കം ഇൻ ദ സെൻസ് വിജയ്ക്കെതിരെ ഇദ്ദേഹം പരാമർശം, അണ്ണാമലയ്ക്കെതിരെ വിജയൊക്കെ പറയാറുള്ളത്. പക്ഷെ ഈ ഒരു കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഈ ഒരു കാര്യത്തിൽ നിന്ന് ഞാൻ ഒരിക്കലും കമന്റ് ചെയ്യില്ല, കാരണം അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. പിന്നെ വീണ് കിടക്കുന്ന ഒരാളെ നമ്മൾ ഒരിക്കലും അങ്ങനെ ചവിട്ടാൻ പാടില്ല എന്നിട്ട് വളരെ മാന്യമായിട്ട് രീതിയിലാണ് അണ്ണാമലൈ പറഞ്ഞിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇതിന് മുമ്പ് വിജയുടെ കരൂര് ദുരന്തം സംഭവിച്ച സമയത്തും അന്നും അണ്ണാമലൈ വിജയനെ സപ്പോർട്ട് ചെയ്യുന്നവരെ സംസാരിച്ച് DMKയുടെ പ്രശ്നം എന്ന രീതിയിലാണ്. വിജയനെ എനിക്ക് തോന്നുന്നു തമ്പി എന്നൊക്കെ തന്നെയാണ് അദ്ദേഹം വിളിക്കുന്നത്. ഒരേ പ്രായമാണെന്ന് തോന്നി, എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും അദ്ദേഹം വളരെ മാന്യമായിട്ടാണ് അണ്ണാമലൈ സംസാരിച്ചിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ എന്തായാലും രാഷ്ട്രീയം എന്ന് പറയുന്നത് ശരിക്കും വളരെ ഒരു തീക്കളി തന്നെയാണ്. നമുക്ക് സിനിമയിൽ അഭിനയിക്കുന്നത് പോലെയല്ല രാഷ്ട്രീയം എന്ന് പറയുന്നത്. കാരണം സിനിമയിൽ അഭിനയിച്ചാൽ ഗോസിപ്പുകൾ വന്നാൽ പോലും സിനിമ നന്നായ ചിലപ്പോൾ പ്രേക്ഷകർ കണ്ടുവന്നിരിക്കും, അത് വിജയിച്ചു എന്നിരിക്കും. കാരണം നമുക്കറിയാം കമലഹാസനെതിരെയൊക്കെ ഒരുപാട് ഗോസിപ്പുകളുണ്ട്, ധനുഷിനെതിരെ ഒരുപാട് ഗോസിപ്പുകളുണ്ട്, ഒരുപാട് പേർക്ക്. ഇപ്പൊ അജിത്ത് എന്ന് പറയുന്ന ഒരു നടൻ ഇന്ന് വലിയൊരു ഫാമിലി മാനാണ്. അദ്ദേഹത്തിനെതിരെ ഒരുപാട് കാലം വളരെ ഗോസിപ്പുകൾ പല നടിമാരും ചേർത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഇവരുടെ സിനിമയെ ബാധിച്ചിട്ടില്ല. പക്ഷെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അങ്ങനെയല്ല. അപ്പോൾ വിജയനെ സപ്പോർട്ട് ചെയ്യുന്ന വിജയ് ഫാൻസ് പറയുന്നത് പണ്ട് MGR ചേർത്ത് ഒരുപാട്, ഇപ്പൊ ജയലളിതയെ ചേർത്തായാലും അങ്ങനെ ഒരുപാട് നടിമാരെ ചേർത്തൊക്കെ MGR ഗോസിപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ MGR തിളങ്ങിയില്ല രാഷ്ട്രീയത്തിൽ എന്നുള്ളത്. പക്ഷെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ MGR രാഷ്ട്രീയത്തിൽ വന്ന് എന്താ പറയുക ഒരുപാട് തിളങ്ങിയ ശേഷം അദ്ദേഹം ഗോസിപ്പുകൾ വന്നെങ്കിലും അദ്ദേഹം രാഷ്ട്രീയത്തിൽ വളരെ മുമ്പേ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് അതിനകത്ത് അഭിനയമുള്ള സമയത്ത് തന്നെ രാഷ്ട്രീയത്തിൽ ശ്രമങ്ങൾ നടത്തി, കരുണാനിധിയോടൊപ്പം ഒക്കെ നടന്ന് കരുണാനിധിയോടൊപ്പം സഞ്ചരിച്ച് പിന്നീട് സ്വന്തം പാർട്ടിയിലോട്ട് മാറി. പക്ഷെ അപ്പോഴേക്കും അദ്ദേഹം ഒരു മുടിചൂടാ മന്നൻ എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു ലെവലിൽ എത്തിയിരുന്നു, ഒരു കിങ് മേക്കർ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ വിജയ് തുടങ്ങിയിട്ടുള്ളൂ രാഷ്ട്രീയത്തിൽ വിജയ് പിച്ച് വെച്ച് തുടങ്ങിയിട്ടുള്ളൂ. ഇപ്പോൾ ഇങ്ങനെ ഒരു ഗോസിപ്പ് വന്നു കഴിഞ്ഞാൽ അത് വിജയനെ എന്തായാലും ബാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം പ്രത്യേകിച്ച് തമിഴ്നാട് ഓഡിയൻസ്, അല്ലെങ്കിൽ ഓഡിയൻസ് എന്നല്ല ശരിക്കും ജനങ്ങൾ എന്ന് പറയും. ഓഡിയൻസ് എന്ന് സിനിമയിലാണ്, രാഷ്ട്രീയത്തിലാണെങ്കിൽ ജനങ്ങൾ, വോട്ട് ചെയ്യുന്ന ജനങ്ങൾ വളരെ സെൻസിറ്റീവാണ് അവിടെ ഉള്ളത്. പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ആണെങ്കിൽ കുടുംബം എന്ന് പറയുന്നത് വളരെ വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നു. ആ ഒരു സമയത്ത് വിജയ് ഇങ്ങനെ ഒരു ഗോസിപ്പിൽ പെട്ട് കഴിഞ്ഞാൽ അതെങ്ങനെ വോട്ട് ആ വോട്ടൊക്കെ എന്താ പറയുക ചോർന്ന് വേറെ പാർട്ടിയിലോട്ട് പോകുമോ എന്നൊന്നും അറിയില്ല. എന്തായാലും ജനനായകൻ സിനിമയും റിലീസായില്ല, അതിപ്പോൾ കേൾക്കുന്നു ജൂണിലേക്ക് മാറ്റി എന്നൊക്കെ കേൾക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ അതിനെക്കുറിച്ച് ഒരു എപ്പിസോഡ് പരാമർശിച്ചിട്ടുണ്ടായില്ല. ഇപ്പൊ എന്തായാലും വിജയ് വീണ്ടും
ഈ പറയുന്ന പോലെ തന്നെ റാലിയും അതുപോലെ തന്നെ സമ്മേളനങ്ങളോട്ടൊക്കെ ഇറങ്ങിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ മാർച്ച് പകുതി കഴിഞ്ഞാൽ ഇത് സജീവമായിട്ടും നമുക്ക് പാർട്ടികളിലും പാർട്ടി പരിപാടികളിലൊക്കെ കാണാം. പക്ഷെ അപ്പോഴും ഈ പറയുന്ന ഒരു ഗോസിപ്പ്, കുടുംബജീവിതത്തിൽ അവർ ഗോസിപ്പോടെ നിലനിൽക്കുന്നുണ്ട്. അതിനെ വിജയ് എങ്ങനെ അതിജീവിച്ച് വിജയുടെ ഉദ്ദേശം CM ആവുക എന്ന് തന്നെയാണ്. അപ്പോൾ ഒരു CM ആവാൻ പറ്റുമോ, അതോ കമലഹാസനൊക്കെ പറ്റിയ പോലെ പരാജയങ്ങൾ നേരിടേണ്ടി വരുമോ എന്നൊന്നും അറിയില്ല. അതിനിടയ്ക്ക് കമലഹാസൻ ഇതുപോലെ രാഷ്ട്രീയത്തിലൊക്കെ ഇറങ്ങി പരാജയങ്ങളൊന്നും നേരിട്ട് പിന്നീട് DMKയുടെ ഭാഗമായി മാറുകയാണ് ചെയ്തത്. ഇപ്പൊ രാജ്യസഭ MP ആണ്. അന്നും ഗോസിപ്പ് ഉണ്ടായിരുന്നത് ഗൗതമി ഒരു ക്യാൻസർ പേഷ്യന്റ് ആയിരുന്ന സമയത്ത് ഗൗതമീനെ ക്യാൻസറിന്ന് തിരിച്ചു കൊണ്ടുവന്നിരുന്നു കമലഹാസൻ. പക്ഷെ ഗൗതമീനെ ക്യാൻസർ പേഷ്യന്റ് ആയ ശേഷം ഗൗതമീനെ വിട്ടിട്ട് കമലഹാസൻ അവർ പിരിഞ്ഞു, അവർ സെപ്പറേറ്റഡ് ആയി. ഓൾറെഡി ഒരു ഭാര്യയൊക്കെ ഉണ്ടായിരുന്നാണ്, അവരൊക്കെ ഡിവോഴ്സ് ഒക്കെ ആയിരുന്നു കമലഹാസൻ. പിന്നീടാണ് ഗൗതമിയായിട്ട് ലിവിങ് ടുഗദർ ആയിരുന്നത്. പക്ഷെ ഗൗതമീനെയും ഉപേക്ഷിച്ചത് കമലഹാസൻ ഒരു മോശം ഇമേജ് ഉണ്ടായെടുത്തു. അതാണ് കമലഹാസന് വോട്ടുകൾ കിട്ടാതിരുന്നത്, അല്ലെങ്കിൽ കമലഹാസൻ ലഭിക്കേണ്ട വോട്ടുകളൊക്കെ പോയതെന്നൊക്കെ ചർച്ച ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു അവസ്ഥ വിജയ്ക്ക് വരുമോ എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. വരാതിരിക്കട്ടെ. നിങ്ങൾക്ക് എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? നിങ്ങളും നമുക്ക് കമന്റ് ചെയ്യുക.